ആസാഫിൻ്റെ സങ്കീർത്തനമാണ് 77-ാം സങ്കീർത്തനം. 77-ാം സങ്കീർത്തനത്തിനകത്ത് ആസാഫ് ഈ സങ്കീർത്തനം വായിച്ചു കഴിഞ്ഞ് പാട്ടിന് ആമുഖമൊക്കെ പറഞ്ഞപ്പോൾ ഓർപ്പിച്ചതുപോലെ ഭാരമുള്ളവനും നിരാശനും വ്യാകുലതയുള്ളവനും ആകുലപ്പെടുന്നവനൊക്കെയാണെന്ന് വായനയിൽ മനസ്സിലാക്കാൻ പറ്റും. സ്തോത്രം. ആസാഫിൻ്റെ ഒരു പൊതു സ്വഭാവം സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നു. ആസാഫിൻ്റെ സങ്കീർത്തന പരമ്പരയിൽ ഏറ്റവും പ്രസിദ്ധം 73-ാം സങ്കീർത്തനമാണ്. 73-ാം സങ്കീർത്തനത്തിൻ്റെ ഉള്ളടക്കം നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. 73-ാം സങ്കീർത്തനത്തിനകത്ത് സ്തോത്രം ആസാഫ് ഭയങ്കര ഭാരമുള്ളവനും നിരാശയുള്ളവനും മനം തകർന്നവനുമാണ്. എന്തുകൊണ്ടെന്നാൽ ദുഷ്ടന്മാർക്ക് വരുന്ന നന്മകൾ കണ്ടിട്ട് അദ്ദേഹത്തിന് അസ്വസ്ഥതയും അസൂയയും തോന്നി. അതിനോട് ബന്ധപ്പെട്ട് അദ്ദേഹം വല്ലാതെ ഭാരപ്പെട്ടു. 10 പടികൾ താണു. 73-ാം സങ്കീർത്തനത്തിൽ ദൈവാലയത്തിലെ പാട്ടുകാരനും ആത്മീകനും മറ്റു ചില വാക്യങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രവാചകനുമൊക്കെ ആയിരുന്ന ആസാഫ് മനസ്സ് തകർന്ന് 10 പടികൾ താണു. 73-ാം സങ്കീർത്തനം വായിച്ച് സ്തോത്ര ഹല്ലേലൂയ. പെട്ടെന്ന് ആകാശം മേഘാവൃതമാകുന്നത് പോലെ, കാലാവസ്ഥ മാറുന്നത് പോലെ മനസ്സ് മാറുന്നൊരു പ്രകൃതക്കാരനാണ് ആസാഫ് എന്ന് പറയുന്നതിൽ തെറ്റില്ലെന്ന് വിചാരിക്കുന്നു. 77-ാം സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം കൂടി ചേർത്ത് വെച്ച് പറയുമ്പോൾ സ്തോത്രം. മനുഷ്യൻ പലവിധമാണ്, അവൻ്റെ മനസ്സിൻ്റെ നിലവാരം പല വിധത്തിലാണ്. സ്തോത്രം. ആത്മീകനാണെങ്കിലും പാട്ടുകാരാണെങ്കിലും പ്രസംഗിയരാണെങ്കിലും പ്രാർത്ഥനക്കാരാണെങ്കിലും മനസ്സിനകത്ത് അടിഞ്ഞുകൂടുന്ന വിഷയങ്ങൾ നമ്മളെ ഭയങ്കരമായിട്ട് തളർത്തിയേക്കാം, പ്രതിസന്ധികൾ വന്നേക്കാം. 21 ദിവസത്തെ ഉപവാസം തീരുന്ന ഇന്ന് നമ്മളെ ശക്തരാക്കി ദൈവം പുറത്തേക്ക് ഇറക്കണം. സ്തോത്രം. അതിന് ഞാൻ നിങ്ങളെ സങ്കീർത്തനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിപ്പാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. 77-ാം സങ്കീർത്തനം പഠന സൗകര്യാർത്ഥം 5 സ്റ്റേജുകളായി, ഈ ഭക്തനായ മനുഷ്യൻ്റെ ജീവിതത്തിലെ 5 പ്രധാനപ്പെട്ട സ്റ്റേജുകളായി ഞാൻ നിങ്ങളുടെ സ്തോത്രം മുമ്പിലേക്ക് ഈ സങ്കീർത്തനത്തെ കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ആദ്യത്തെ 1-ാം സ്റ്റേജ് എന്ന് പറയുന്നത് സ്തോത്രം 1-2 വാക്യങ്ങൾക്കകത്താണ്. 1-2 വാക്യങ്ങളിൽ അദ്ദേഹം ശബ്ദമുയർത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കുകയല്ല, നിലവിളിക്കുന്നുണ്ട്, ദൈവത്തെ അന്വേഷിക്കുന്നുണ്ട്. രാത്രി മുഴുവൻ കൈമലർത്തി ദൈവസന്നിധിയിൽ ഇരിക്കുന്നുണ്ട്. നിങ്ങളുടെ ബൈബിളിൽ അങ്ങനെ തന്നെയല്ലേ? സ്തോത്രം. ശബ്ദമുയർത്തി ദൈവത്തോട്, എൻ്റെ ദൈവത്തോട് തന്നെ നിലവിളിക്കുന്നു. സ്തോത്രം. ഞാൻ ദൈവത്തെ അന്വേഷിക്കുന്നു, എൻ്റെ കൈകൾ മലർത്തിയിരിക്കുന്നു. പ്രാർത്ഥനയുടെ ഒരു രീതിയാണ് യഹൂദ പശ്ചാത്തലത്തിൽ ഈ പറയുന്നതല്ല. രാത്രി മുഴുവൻ കൈകൾ മലർത്തി ഒരുപക്ഷെ മുഴങ്കാലിന്മേലിരുന്ന് സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നുണ്ട്. സ്തോത്രം. നല്ല കാര്യം. പക്ഷേ ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ സ്റ്റേജ് 2-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: എൻ്റെ ഉള്ളം ആശ്വാസം നിരസിച്ചു. എൻ്റെ ഉള്ളം ആശ്വാസം നിരസിച്ചു. അതൊരു നെഗറ്റീവ് വാക്യമാണ്. സ്തോത്ര ഹല്ലേലൂയ. ഞാൻ വിശദീകരിക്കാം, എന്നെ ശ്രദ്ധിച്ചാൽ മതി. സ്തോത്രം. എൻ്റെ ഉള്ള ആശ്വാസം നിരസിച്ചു. ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവമായ കർത്താവ് നമുക്ക് ആദ്യം തരുന്നത് ആശ്വാസമാണ്. അത് അനുഭവിച്ചിട്ടുള്ളവരുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഉപവാസത്തിലിരിക്കുമ്പോൾ ഒരു വിഷയം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ മറുപടി വരാൻ 21 ദിവസത്തെ ഉപവാസത്തിൽ വെച്ചിരുന്ന വിഷയത്തിന് 21-ാം ദിവസം ഉച്ചയ്ക്ക് ആഹാരം കഴിക്കുമ്പോഴേക്കും ചിലപ്പോൾ വീട്ടിൽ മറുപടി വന്നെന്നിരിക്കില്ല. മറുപടി വരുന്നത് മെയ് മാസം 15-നായിരിക്കാം, ചിലപ്പോൾ ജൂലൈയിലായിരിക്കാം, ചിലപ്പോൾ 2025 ഡിസംബറിലായിരിക്കാം. പക്ഷേ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത പറയാം: പ്രാർത്ഥിക്കുന്നവനെ ആശ്വസിപ്പിക്കുന്നവനാണ് ദൈവം. ഹല്ലേലൂയ. അപ്പൊ കൈകൾ മലർത്തിയിരുന്ന് കണ്ണ് നിറഞ്ഞ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ആസാഫിനൊരു പ്രശ്നമുണ്ട്. പ്രശ്നം ഇതാണ്: ചുമ്മാ തലയും കുത്തിക്കിടന്ന് പ്രാർത്ഥിക്കും, പക്ഷെ ആശ്വാസം കൈക്കൊള്ളാൻ മനസ്സില്ല. ഇവിടെ ആശ്വാസം നിരസിച്ചെന്ന ഏറ്റെടുത്തെന്നല്ല. 2 പദങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോളണം. 1 പ്രാപിക്കുക അല്ലെങ്കിൽ ഉൾക്കൊള്ളുക, 2 റിജക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നിരസിക്കുക. ഹല്ലേലൂയ. ഇത് രണ്ടും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. കർത്താവ് നമ്മോട് പറയുക: എൻ്റെ പൊന്നുമോനെ, നീ കരയണ്ട, നീ എൻ്റെ മോനല്ലേ, നീ എൻ്റെ മോളല്ലേ. ഈ വിഷയം ഞാൻ ഏറ്റു എന്ന് പറഞ്ഞാൽ അത് ആശ്വാസമാണ്. അതിങ്ങ് വലിച്ചെടുക്കുക, അത് നിരസിക്കരുത്, അത് ഏറ്റെടുക്കുക, അത് ഏറ്റെടുക്കുക. ഹല്ലേലൂയ. ആശ്വാസം നിരസിച്ചാൽ
സമാധാനം കിട്ടിയേല. ദൈവത്തിൻ്റെ പദ്ധതി കർത്താവ് ആദ്യം ചെയ്യുന്നത് ആശ്വാസമാണ്. പഴയ നിയമത്തിൽ സ്തോത്രം ഒരു പഴയ അമ്മയുണ്ടായിരുന്നു. സ്തോത്രം വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ സ്തോത്രം വളരെ ഭക്തിയുള്ള കുടുംബത്തിൽ ഭക്തനായ മനുഷ്യന്റെ സഹധർമ്മിണിയായിരുന്നു. അവരെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാക്യം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. യിരെമ്യാ പ്രവചനം 31-ാം അധ്യായം. യിരെമ്യാ പ്രവചനം 31-ാം അധ്യായം 31-ാം അധ്യായത്തിന്റെ 15-16 വാക്യങ്ങൾ കേട്ടോളുക. 31-ാം അധ്യായം 15-16 വാക്യങ്ങൾ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, രാമയിൽ ഒരു ശബ്ദം കേൾക്കുന്നു, വിലാപവും കഠിനമായുള്ള കരച്ചിലും തന്നെ. ആരാണ് കരയുന്നത്? ആരുടെയാണ് വിലാപം? ആരുടെയാണ് ആ കരച്ചിൽ? കാതോർത്തപ്പോൾ മനസ്സിലായി, സ്തോത്രം, അത് വേറെ ആരുമല്ല, ആത്മീകർക്ക് സുപരിചിതയായ ഒരു അമ്മയാണ്. ആരാണവർ? റാഹേൽ. റാഹേൽ മക്കളെ ചൊല്ലി കരയുന്നു. അവരില്ലായികയാൽ അവരെ ചൊല്ലി ആശ്വാസം കൈക്കൊള്ളുവാൻ അവക്ക് മനസ്സില്ല. അങ്ങനെ വായിച്ചപ്പോൾ നമുക്ക് അതിനകത്ത് തന്നെ ഭാഷയെ തെറ്റെന്ന് ചോദിക്കും. പക്ഷെ അടുത്ത വാക്യം കേൾക്കണം കേട്ടോ. അടുത്ത വാക്യം അടുത്ത വാക്യം എങ്ങനെയാ? യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ആരോട്? കരയുന്ന റാഹേലിനോട്, പിള്ളേരെ ഓർത്ത് കരയുന്ന റാഹേലിനോട് യഹോവ പറയുന്ന കേക്ക്. യഹോവ എന്താ പറയുന്നത്? കരയാതെ നിന്റെ ശബ്ദവും കണ്ണുനീർ വാർക്കാതെ നിന്റെ കണ്ണും അടയ്ക്ക്. നിന്റെ പ്രവൃത്തിക്ക് പ്രതിഫലം ഉണ്ടാകും. അവർ ആര്? നിന്റെ പിള്ളേര് ശത്രുവിന്റെ ദേശത്ത് നിന്ന് മടങ്ങി വരുമെന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പൊ ഈ അമ്മ കൊച്ചുങ്ങളെ ഓർത്ത് കരയുക. എൻ്റെ പിള്ളേരെങ്ങാണ്ട് നിന്ന് പെട്ടുപോയി, അവർക്ക് ജോലിയില്ല, അവർക്ക് ആഹാരമില്ല, അവര് പഠിച്ചിട്ട് ഗുണമുണ്ടായില്ല, അവര് പോയിടത്ത് എങ്ങനെയാണെന്ന് അറിയില്ല, ഞാനിവിടെ വിളമ്പി വെച്ച് ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ദൈവമേ ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞപ്പോൾ ദൈവം തമ്പുരാൻ ഈ കരയുന്ന അമ്മയോട് പറഞ്ഞു, കരയണ്ട മോളെ, കരയണ്ട. നിന്റെ പ്രയത്നത്തിന് പ്രതിഫലം. എന്താ പ്രയത്നം? നീ ഇപ്പൊ പ്രാർത്ഥിച്ചതിന് പ്രതിഫലം ഉണ്ടാകും. നിന്റെ മക്കളെ അവരുടെ ശത്രുക്കളുടെ ദേശത്ത് നിന്ന് ഞാൻ മടക്കി വരുത്തും. ഹല്ലേലൂയ. ഇത് ആശ്വാസമാണ്. പക്ഷേ റാഹേലിനൊരു പ്രശ്നമുണ്ട്. ആരാശ്വസിപ്പിച്ചാലും അമ്മാമ്മ ഏറ്റെടുക്കുകയല്ല. സ്തോത്രം. അതിനിപ്പോ എന്നെ ചെയ്യാൻ പറ്റും? മോളിൽ വായിച്ചില്ലേ? ദൈവം പറഞ്ഞു, നിന്റെ പ്രശ്നത്തിന് പരിഹാരമായി. നിന്റെ പിള്ളേരുടെ കാര്യം ഞാൻ ഏറ്റു. അവര് നിന്നെ വിട്ടു പോകുകയൊന്നുമില്ല. അവര് പോയിടത്ത് പട്ടുപോകുകയല്ല. അവര് മടങ്ങി വരും. അവരുടെ കാര്യം ഞാൻ ഏറ്റു. അവരെ ഞാൻ കണ്ട ദേശത്ത് പാർപ്പിക്കും. ഇതൊക്കെ പറഞ്ഞാലും റാഹേൽ ആശ്വസിക്കുകയല്ല. അവിടെ എഴുതിയിരിക്കുന്ന അവർക്ക് ആശ്വാസം കൈക്കൊള്ളാൻ മനസ്സില്ല. ഉപവാസ പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിൽ വെച്ച സകല വിഷയങ്ങൾക്കും നിങ്ങളോട് പലവട്ടം ഈ ഉപവാസത്തിൽ ശുശ്രൂഷിച്ച കർത്തൃദാസൻ എന്ന നിലയ്ക്ക് എനിക്ക് ഉറപ്പുണ്ട്, അഴിയാ കുരുക്കുകൾക്കകത്ത് വന്നവരാണെങ്കിലും ദൈവം നിങ്ങളെ ആശ്വസിപ്പിച്ചിട്ടുണ്ട്. അത് ഏറ്റെടുക്കാൻ മനസ്സില്ലെങ്കിൽ, അത് നിരസിക്കാനാ പ്ലാനെങ്കിൽ, ദൈവത്തിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ഞാൻ പറയാം, ഐ ആം സോറി മോനെ, നിന്നെ സഹായിക്കാൻ ഇനി ബുദ്ധിമുട്ടുണ്ട്. ആദ്യത്തെ നടപടി കർത്താവ് ഒരു കാര്യം പറഞ്ഞാൽ അതങ്ങ് വിശ്വസിക്കുക. ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അങ്ങ് ആശ്വസിക്കുക. മൈൻഡ് കോളാക്കുക. നീ ഇന്ന് ഉപവസിച്ച വിഷയത്തിന് നാളെ പ്രാർത്ഥിക്കുന്ന തെറ്റൊന്നുമില്ല. നീ ഇന്ന് കഞ്ഞി കുടിച്ചിട്ട് ബുധനാഴ്ച മുതൽ അടുത്ത 21 അതിനങ്ങ് തുടങ്ങുക. സ്തോത്രം. അതിനർത്ഥം എന്താ? നിനക്ക് ആശ്വാസം വന്നില്ല. ഒരു കാര്യം ദൈവം തമ്പുരാൻ പറയുമ്പോൾ അതങ്ങ് ആശ്വസിക്കുക. ആസാഫ് നല്ലയാളാണ്, എനിക്കൊരു വിരോധമില്ല. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. രാത്രി മുഴുവൻ ഉറക്കളച്ച് മുഴുരാത്രി പ്രാർത്ഥന നടത്തും, പക്ഷെ ആശ്വാസം നിരസിക്കും. സ്തോത്രം. കൈ എപ്പോഴും മലർന്ന് ദൈവത്തിങ്കിലേക്ക് ഇരിക്കും, ഉറക്ക വിളിക്കും, ആശ്വാസം നിരസിക്കും. ആശ്വാസം നിരസിച്ചാൽ ദൈവം കൈമലർത്തും. സ്തോത്രം. അതൊന്ന് ആശ്വാസം, ദൈവത്തിൻ്റെ ദൂതും വചനമൊക്കെ നിരസിച്ചാൽ ദൈവം കൈമലർത്തും. ഒരു വാക്യോടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അത് ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്നാണ്. സ്തോത്രം. 2 ദിനവൃത്താന്തം 36-ാം അധ്യായം 15-16 വാക്യങ്ങൾ ശ്രദ്ധിച്ചോളൂ. 2 ദിനവൃത്താന്തം 36-ാം അധ്യായം 15-16 വാക്യങ്ങൾ ശ്രദ്ധിച്ചോളൂ. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അവരുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയ്ക്ക് തൻ്റെ ജനത്തോടും തൻ്റെ നിവാസത്തോടും സഹതാപം തോന്നി. കേൾക്കണേ, ആ വാക്കുകൾ കേട്ടോ. എന്നൊക്കെ ആണെങ്കിലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ദൈവത്തിന് നമ്മളോട് സഹതാപം തോന്നുന്നത് പോലെ ആർക്ക് തോന്നും? സ്തോത്രം. ഹല്ലേലൂയ.
കർത്താവ് ബാലശിക്ഷ നൽകും, ശിക്ഷിക്കും. ഇതൊക്കെ ശരിയാണെങ്കിലും കണ്ണ് നിറയുന്നത് കണ്ടാൽ, ഉള്ളമുടയുന്നത് കണ്ടാൽ, തൻ്റെ ജനത്തോട് ഇതുപോലെ സഹതാപം കാണിക്കുന്ന ഒരു ദൈവം വേറെ ഇല്ലെന്ന് ഞാൻ പറയുമ്പോൾ, അത് അതുപോലെ അനുഭവിച്ചിട്ടുള്ള ദൈവമക്കൾ ഇതിനകത്ത് സത്യമാണെങ്കിൽ കരങ്ങൾ ഉയർത്തിയോ എങ്ങനെയെങ്കിലും ദൈവത്തിന് ആമീൻ പറഞ്ഞ് മഹത്വം കൊടുത്തേക്കണം. ഇതുപോലെ സഹതാപം കാണിക്കുന്നൊരു ദൈവം വേറെയില്ല. അത്രയ്ക്ക് കരുണയുള്ള ദൈവം. അപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്നു, ദൈവമായ യഹോവയ്ക്ക് തന്റെ ജനത്തോട് സഹതാപം, തന്റെ നിവാസത്തോട് സഹതാപവും സ്തോത്രം തോന്നിയിട്ട് ദൈവം ജാഗ്രതയോടെ തൻ്റെ ദൂതന്മാരെ അവരുടെ അടുക്കൽ അയച്ചു. ദൈവം ചെയ്യുന്ന പരിപാടിയാക്കണേ. സഹതാപം ദൈവത്തിന് തോന്നിയാൽ ആദ്യം ചെയ്യും, ആരെങ്കിലും നിങ്ങളുടെ അടുക്കൽ അയക്കും. ആരെ? പഞ്ചായത്ത് മെമ്പറെയോ രാഷ്ട്രീയക്കാരെയോ ഒന്നും ആയിരിക്കുകയില്ല. ദൈവത്തിൻ്റെ ദൂതന്മാരെന്ന് എഴുതിയിരിക്കുന്നത് മീഖായേലും ഗബ്രിയേലും അല്ല. ഇവിടെ ദൈവത്തിൻ്റെ ദാസന്മാരായിരിക്കുന്ന ആരെങ്കിലും നിങ്ങൾ വിളിക്കാതെ, നിങ്ങളുടെ കോളിൻ ബെല്ലടിച്ച് നിങ്ങളുടെ ഗേറ്റിൽ വന്ന് മുട്ടി, നിങ്ങൾക്ക് തോന്നി ഭിക്ഷക്കാരാണ്, നിങ്ങൾക്ക് തോന്നി പിരിവുകാരാണ്, അല്ല. നിന്റെ തകർച്ചയിൽ നിന്നോട് കാണിച്ച സഹതാപം സ്വർഗം കണ്ടിട്ട് ദൈവം തമ്പുരാൻ അയച്ചവരെ തിരിച്ചറിയാൻ ഭാഗ്യം ലഭിച്ചാൽ നിന്റെ രക്ഷയെന്ന് വിചാരിച്ചോ, അത് നിരസിക്കുകയാണെങ്കിൽ പോയി. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളിൽ എത്ര പേർക്ക് പറയാൻ പറ്റും, ഞാനും നിങ്ങളും രക്ഷപ്പെട്ടത് നൂലെ കെട്ടി ഇറക്കി തന്നത് കൊണ്ടല്ല, ദൈവം നേരിട്ട് വന്ന് പറഞ്ഞത് കൊണ്ടല്ല. ജീവിക്കാൻ നിവൃത്തിയില്ലാതെ പോയപ്പോൾ, ആത്മഹത്യ അല്ലാതെ വേറൊരു വഴിയില്ലാതെ പോയപ്പോൾ എന്നോട് സഹതാപം കാണിച്ചതിന്റെ ലക്ഷണമാണ്. എൻ്റെ വീട്ടുവളപ്പിൽ എൻ്റെ ദൈവത്തിൻ്റെ ദാസനെ ഞാൻ അറിയാത്ത മനുഷ്യൻ, ഹല്ലേലൂയ, ഞങ്ങൾക്ക് യാതൊരു പരിചയമില്ലാത്ത മനുഷ്യൻ, ഞങ്ങളെ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു മനുഷ്യൻ, ആ മനുഷ്യനെ ചങ്ക് തകർന്നിരുന്നപ്പോൾ, ഉള്ള മുകർന്നിരുന്നപ്പോൾ, വീട്ടുകാര് വെറുത്തപ്പോൾ നീ അനുഭവിച്ചേ മതിയാകൂ എന്ന് ഏറ്റവും വേണ്ടപ്പെട്ടവർ തലേ കൈവച്ച് പ്രാഗിയപ്പോൾ സ്വർഗസ്ഥനായ ദൈവം തന്റെ ദാസന്മാരെ അയച്ചത് എന്നോടുള്ള കരുണയായിരുന്നു എന്ന് അനുഭവിച്ച ദൈവമക്കൾ ഇന്ന് പകൽക്കാലം ദൈവത്തോട് പറ, ഇന്ന് പകലിലും സ്വർഗം ആ പരിപാടി നിർത്തിയിട്ടില്ല. സഹതാപം കാണിക്കുന്ന ദൈവം തന്റെ ദാസന്മാരെ അയക്കും. തൻ്റെ ദാസന്മാരെ അയച്ചു. ഹല്ലേലൂയ. 16-ാം വാക്യം കേട്ടോണേ. അവരോ ദൈവത്തിൻ്റെ ദൂതന്മാരെ പരിഹസിച്ച് അവൻ്റെ വാക്കുകളെ നിരസിച്ച് ഉപശാന്തി ഇല്ലാതെയാകും വണ്ണം. ആ വാക്ക് കേട്ടോളണം കേട്ടോ, ആ വാക്ക് കേട്ടോളണം. ദൈവം നിന്നെ ആശ്വസിപ്പിക്കാൻ, നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയായി, നിന്റെ വിലാപത്തിൻ്റെ മറുപടിയായി നിന്നെ ആശ്വസിപ്പിക്കാൻ ദൈവം നിനക്ക് വേണ്ടി ചിലരെ എഴുന്നേൽപ്പിക്കുമ്പോൾ, നിനക്ക് ആശ്വാസം കൈക്കൊള്ളാൻ മനസ്സില്ലെങ്കിൽ, നീ ദൈവത്തിൻ്റെ ദൂതുകളെ നിരസിക്കുകയാണെങ്കിൽ, ദൈവത്തിൻ്റെ ആശ്വാസത്തെ നീ തള്ളുകയാണെങ്കിൽ, ഞാൻ ഭയത്തോടെ പറയാം, അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് ഉപശാന്തിയില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഇനി അതിന് മരുന്നില്ല, ഇനി അതിന് വേറെ മാർഗമില്ല, ഇനി ഇതിന് മാറ്റമുണ്ടാകില്ല. അപ്പോൾ ഇന്ന് പകലക്കാലം ഇവിടെ ഇരുന്നോണ്ട് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തോട് പറ, എൻ്റെ കർത്താവേ, എനിക്ക് മനസ്സിലായി, എന്നെ അറിയുന്ന ദൈവമാണ് അങ്ങ്, എൻ്റെ പിള്ളേരെ അറിയുന്ന ദൈവമാണ് അങ്ങ്, എൻ്റെ പ്രാർത്ഥന അവിടെ എത്തിയിട്ടുണ്ട്. ഇന്നലെ വരെ അങ്ങയുടെ ദാസന്മാരിലൂടെ ഞാൻ കേട്ടത് എൻ്റെ കാര്യമാണ്, എൻ്റെ വിഷയമാണ്, എന്നോട് സംസാരിച്ചത്. ഞാൻ ആശ്വസിച്ചോളാം, ഞാൻ ഇനി പരാതി പറയില്ല, സംശയിക്കില്ല, പിറുപിറുക്കില്ല. എൻ്റെ ദൈവം വിശ്വസ്തനാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ദൈവവചനത്തിൽ, ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ, ദൈവത്തിന്റെ ദൂതിൽ ഞാൻ ആശ്വസിച്ചോളാം എന്ന് ദൈവത്തോട് പറയുന്നവരുണ്ടെങ്കിൽ അവര് കർത്താവിന്റെ സന്നിധി ആത്മാവിൽ പ്രതികരിച്ചോണ്ട് പറ, 1000 പ്രാവശ്യം നിന്നോട് പറഞ്ഞിട്ട് എന്താ നീ ആശ്വാസം നിരസിക്കുന്നത്? എന്താ നീ എതിർക്കുന്നത്? എന്താ നീ ഏറ്റെടുക്കാത്തത്? യേശു പറയുന്നു, ആസാഫിന് പറ്റിയത് നിനക്ക് പറ്റരുത്. ഹല്ലേലൂയ. ദൈവാലയത്തിലെ പാട്ടുകാരൻ, വേദപുസ്തകത്തിലെ എഴുത്തുകാരൻ, ദൈവത്തിന്റെ ജനത്തിന്റെ ഇടയിലെ പ്രവാചകൻ. പക്ഷേ കൊച്ചു കൊച്ചു വിഷയങ്ങൾ വരുമ്പോൾ ഈ മനുഷ്യനാകപ്പാടെ ആത്മീകത്തിൻ്റെ യാതൊരു ഗുണമില്ലാത്തവനാവും. ഹല്ലേലൂയ. അതിൻ്റെ നമ്പർ 1 സ്റ്റേജാണ് പ്രാർത്ഥിക്കും, പക്ഷെ സ്വസ്ഥനാവുകയില്ല. ആശ്വാസം നിരസിച്ച ഒരു സ്റ്റേജ്
ഒന്നാമത്തെ സ്റ്റേജ് പറഞ്ഞ് നിർത്തിയ പോരല്ലോ. ഇനി രണ്ടാമത്തെ സ്റ്റേജാണ് അതിൻ്റെ സ്തോത്രം മൂന്നാമത്തെ വാക്യം. ഈ ആശ്വാസം പ്രാർത്ഥനയുണ്ട് ഇല്ലെന്നല്ല, ബൈബിള് താത്തി വെച്ചില്ല, എവിടെ യോഗം ഉണ്ടെങ്കിലും പോവും. സ്തോത്രം ഏത് പ്രാർത്ഥനയെ ചെന്നാൽ കാണാം. പക്ഷെ ആശ്വാസം കൈക്കൊള്ളുന്നില്ലെങ്കിൽ ആസാബെന്ന് വിളിച്ചോട്ടെ. സ്തോത്രം ആശ്വാസം കൈക്കൊള്ളാൻ മനസ്സില്ലെങ്കിൽ, നിന്നോട് ദൈവം പറഞ്ഞ കാര്യം സംഭവിക്കുമെന്ന് വിശ്വസിക്കാൻ മനസ്സില്ലെങ്കിൽ പേര് മാറ്റിയിട്ടോട്ടെ, ആസാബെന്ന് വിളിച്ചോട്ടെ എന്ന്. സ്തോത്രം ഒന്നാം സ്റ്റേജ് അങ്ങനെ ആയിരുന്നു. രണ്ടാം സ്റ്റേജ് മൂന്നാം വാക്യം, ഞാൻ ദൈവത്തെ ഓർത്ത് വ്യാകുലപ്പെടുന്നു, ഞാൻ ധ്യാനിച്ച് എൻ്റെ ആത്മാവ് വിഷാദിക്കുന്നു, അങ്ങെൻ്റെ കണ്ണിൻ്റെ ഉറക്കം തടുത്തിരിക്കുന്നു, സംസാരിക്കാൻ കഴിയാതെ വണ്ണം ഞാൻ വ്യാകുലപ്പെട്ടിരിക്കുന്നു. രണ്ടാമത് സ്റ്റേജ് ഇച്ചിലൂടെ വഷളായി. 2 പദങ്ങൾ, വിഷാദിക്കുന്നു, സ്തോത്രം വ്യാകുലപ്പെടുന്നു. ഇതേ പ്രശ്നം പുള്ളിക്ക് 73-ാം സങ്കീർത്തനത്തിലുണ്ടായിരുന്നു. പെട്ടെന്ന് മൂഡ് ഓഫ് ആകുക. വിഷാദം എന്ന് പറഞ്ഞ വിഷാദ രോഗം എന്ന് പറയുന്നത് ഇന്നൊരു വലിയ പ്രമാദമായ രോഗം തന്നെയാണ്. സ്തോത്രം വ്യാകുലം എന്ന് പറയുന്നത് ആത്മീകത്തിന് ചേർന്നതല്ല. പക്ഷേ സ്തോത്രം തന്നെയല്ല, പുള്ളി എനിക്ക് തോന്നുന്നു അവിടെ എഴുതിയിരിക്കുന്ന വാക്കനുസരിച്ച് ഇപ്പോൾ പാട്ടുപാടാനൊന്നും കൊയറി കയറാറില്ല. കാരണം അവിടെ ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്, ഞാൻ എൻ്റെ സംഗീതം, 6-ാമത്തെ വാക്യം, രാത്രിയിൽ ഞാൻ എൻ്റെ സംഗീതം. നിങ്ങൾ ആസാഫായി പോയെന്ന് തോന്നുന്നു ദൈവമേ. സ്തോത്രം രാത്രിയിൽ എൻ്റെ സംഗീതം. എൻ്റെ അർത്ഥം എന്താ? ഇല്ല, കൊയറിലെ ആളാണ്. ഇപ്പോൾ കൊയറി കയറാറില്ല. പഴയ പാട്ടെല്ലാം യൂട്യൂബിൽ കേൾക്കും, പക്ഷെ ഇപ്പം പാടിയല്ല. ഓർക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഇപ്പം പാടുന്നു എന്നല്ലല്ലോ. സ്തോത്രം പഴയ പാട്ട്, അദ്ദേഹം പണ്ട് പാടിയിട്ടുള്ള സംഗീതമെല്ലാം അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. രാത്രിയിൽ ഞാൻ കെസ്റ്ററിൻ്റെ പാട്ട് കേൾക്കുമെന്നല്ല, എൻ്റെ സംഗീതം എന്ന് എഴുതിയിരിക്കുന്നത്. അതിനർത്ഥം അദ്ദേഹം പാടിയ പഴയ പാട്ടുകൾ ഇപ്പോൾ കേട്ടിങ്ങനെ കണ്ണ് നിറഞ്ഞിരിക്കുക. എന്ത് നല്ല കാലമായിരുന്നു, എല്ലാം പോയില്ലേ മോനെ എന്ന് പറഞ്ഞിരിക്കുക. രണ്ടാം സ്റ്റേജ് അപകടമാണ്. ആദ്യത്തെ സ്റ്റേജിൽ വെച്ച് വിഷയം തീരുവാണെങ്കിൽ നാട്ടുകാരുടെയും പിള്ളേരുടെ മുമ്പിൽ നാണം കടണ്ട. ഇതിനേക്കാൾ വർഷമാണ് 3-ാം സ്റ്റേജ്. ഇപ്പം നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് 3-ാം സ്റ്റേജ് പറയാൻ എനിക്ക് തോന്നുന്നില്ല. സ്തോത്രം. അപ്പോൾ പ്രാർത്ഥിച്ചാൽ പോരാ, പ്രാർത്ഥനയിൽ ആശ്വാസം കൈക്കൊള്ളണം. മറുപടിയൊക്കെ എപ്പോഴാന്ന് ദൈവം നിശ്ചയിക്കട്ടെ. ആരിലൂടെയാ മറുപടി തരണ്ടേന്ന് ദൈവം നിശ്ചയിക്കട്ടെ. എങ്ങനെയാ മറുപടി തരേണ്ടത് ദൈവം നിശ്ചയിക്കട്ടെ. പക്ഷെ ദൈവം ആശ്വസിപ്പിച്ചാൽ ആശ്വസിച്ചോളണം. ഒരു വാക്ക് ദൈവം പറഞ്ഞാൽ പാഴ്വാക്കായി കരുതരുത്, ഉറച്ചോളണം. എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്നെ കൈവിടിയേല. അതുകൊണ്ട് ഇനി ആകാശം ഇളകി എൻ്റെ തലയ്ക്ക് നേരെ വന്നാലും എൻ്റെ കർത്താവ് എനിക്കും തലയ്ക്കും ഇടയിൽ ഒരൊറ്റ രൂപ നാണയം കയറാനുള്ള ഗ്യാപ്പ് ഉള്ളപ്പോൾ അവിടെ വെച്ച് ആകാശത്തെ തട്ടി മാറ്റിയിട്ട് എന്നെ നിർത്തിയെടുത്ത് നിൽക്കാൻ എൻ്റെ ദൈവത്തിന് കരുത്തുണ്ട് എന്ന് വിശ്വസിച്ചോളണം. ആശ്വസിക്കാതെ ഈ മാർഗത്തിൽ നിലനിൽപ്പില്ല. ഹല്ലേലൂയ. ആശ്വസിക്കാതെ ഈ മാർഗത്തിൽ നിലനിൽപ്പില്ല. എത്ര സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലാണെങ്കിലും ഡോക്ടർമാരുടെ ഒരു ടീം ഉണ്ടെങ്കിലും ഓപ്പറേഷന് വിധേയപ്പെട്ടിരിക്കുന്ന മാരക രോഗി അനസ്തേഷ്യ കൊടുത്തിട്ട് മയങ്ങുന്നില്ലെങ്കിൽ എങ്ങനെ ഓപ്പറേഷൻ ചെയ്യും? മയങ്ങുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? മയങ്ങി ആശ്വസിച്ചാലേ ദൈവത്തിന് ട്രീറ്റ്മെന്റ് തുടങ്ങാൻ പറ്റുള്ളൂ. നീ ആദ്യം ഒന്ന് തണുത്തെങ്കിലേ. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാലോ, ദാനിയേൽ 10-ാം അധ്യായത്തിലെ പ്രാർത്ഥന. നമ്മുടെ ദാനിയേലും ആകപ്പാടെ പിഴച്ച് എന്ന് പറഞ്ഞാൽ വലിയ ഭാരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിച്ച് അദ്ദേഹത്തിന് എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാതെ, തലയിൽ എണ്ണ പുരട്ടാതെ അങ്ങനെ വല്ലാത്ത സ്ഥിതിയിൽ ഇരിക്കുന്ന സമയത്ത് സ്വർഗത്തിൽ നിന്ന് കർത്താവ് ഇറങ്ങി വന്നിട്ട് പറഞ്ഞൊരു വാക്ക് കണ്ടോ? സ്തോത്രം, ഞാൻ നിന്റെ വാക്ക് ഹേതുവായി വന്നിരിക്കുന്നു, നിന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുക. നിന്നെ ആശ്വസിപ്പിച്ചിട്ട് ഞാൻ തിരിച്ചു ചെല്ലും പാർസിദേശ പ്രഭുവിനോട് യുദ്ധം ചെയ്യാൻ. അപ്പൊ ആദ്യം നീ ഒന്ന് തണുത്തിട്ട് വേണം എനിക്ക് യുദ്ധം തുടങ്ങാൻ. നീ ഇവിടെ നെരിപ്പോട് കണക്ക് നീറിയിരിക്കുമ്പോൾ എനിക്ക് നീയാ വലുത്, എനിക്ക് ശത്രുവല്ല വലുത്. പാർസിദേശ പ്രഭുവിനെ എനിക്ക് ഊതിക്കളയാനുള്ളതേ ഉള്ളൂ. അത് ഞാൻ മീഖായേലിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആദ്യത്തെ പരിപാടി പ്രാർത്ഥിക്കുന്നവൻ ആശ്വസിക്കണം.
അവൻ തണുക്കണം, അവൻ വിശ്വസിക്കണം, അവൻ ധൈര്യപ്പെടണം. അവന്റെ ദൈവം അവന് വേണ്ടി പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കണം. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് യുദ്ധം തുടങ്ങാൻ. ഹല്ലേലൂയ. ഈ 21 ആശ്വസിക്കാൻ പ്ലാനില്ലെങ്കിൽ അടുത്ത 21 പെട്ടെന്ന് തീരുമാനിച്ചു. സ്വത്രം അതേ നിവൃത്തിയുള്ളൂ. ഇങ്ങനെ ആയുസ് മുഴുവൻ 21 ഇരുന്നിരി നമുക്ക് മുമ്പോട്ട് പോവാം. അതിനേക്കാൾ നല്ലത് ഈ പ്രാവശ്യം വെച്ചിരിക്കുന്ന സകല വിഷയങ്ങളും എൻ്റെ ദൈവം എന്നോട് സംസാരിച്ചു കഴിഞ്ഞു. എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞു കഴിഞ്ഞു. ഇനി എനിക്ക് സംശയമില്ല, ഞാൻ വ്യാകുലപ്പെടില്ല, ഞാൻ വിഷാദിക്കില്ല, ഞാൻ ബ്ലൂമി ആകില്ല, ഞാൻ മെന്റൽ ഡിപ്രഷനിൽ പോകില്ല. എൻ്റെ ദൈവമുള്ളിടത്തോളം കാലം എനിക്ക് മാനസിക രോഗത്തിന് മരുന്ന് കഴിക്കേണ്ടി വരില്ല. ഞാൻ ഈ ശുശ്രൂഷയുടെ ഇടയ്ക്ക് എന്നോ ശുശ്രൂഷ പറഞ്ഞു, ഉറക്ക ഗുളിക കഴിച്ചുറങ്ങാൻ എൻ്റെ ദൈവം എന്നെ അനുവദിക്കില്ല. ഈ പരിപാടികൾ സ്വർഗം മാറ്റിക്കളയുമെന്ന്. നിന്റെ കുടുംബത്തിൽ ഒരെണ്ണത്തെയും രക്തം കൊണ്ട് മുദ്ര വെച്ച ഒരെണ്ണത്തെയും എൻ്റെ കർത്താവ് മാനസിക രോഗ ആശുപത്രിയുടെ തിണ്ണയിൽ നിൽക്കാൻ അനുവദിക്കില്ല. നീ വിഷാദ രോഗിയാകില്ല. വിശ്വസിക്ക, നിന്നെ ഞാനാണ് ആശ്വസിപ്പിക്കുന്നത്, നിന്നെ ഞാനാണ് നടത്തുന്നത്. അതുകൊണ്ട് നീ എന്നെ വിശ്വസിക്ക.